महत्वपूर्ण आइए हम सब लोग खड़े हो जाएंगे, खड़े होकर भजन संगीत पढ़ते हुए प्रभु को महिमा करेंगे. സങ്കീർത്തനങ്ങൾ 119 അതിന്റെ രണ്ട് ഭാഗങ്ങൾ നമ്മൾ ഇന്ന് വായിക്കുന്നതാണ്. ആദ്യം നമ്മൾ വായിക്കുന്നത് 65 മുതൽ 72 വരെ. भजन संगीत 119 उसका दो भाग 65 से लेकर हम पढ़ने वाला है. 119 സങ്കീർത്തനങ്ങൾ അതിന്റെ 65 മുതൽ 80 വരെയുള്ള രണ്ട് ഭാഗങ്ങൾ നമ്മൾ ശബ്ദമുയർത്തി നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ചേർത്ത് വായിക്കാം. ഞാൻ മൈക്കിൽ വായിക്കുമ്പോൾ നിങ്ങളുടെ ബൈബിളുകൾ നിങ്ങളുടെ ശബ്ദങ്ങളെ ഉയർത്തി വായിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് ചേർന്ന് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. സങ്കീർത്തനങ്ങൾ 119 65 മുതലുള്ള വാക്യങ്ങൾ. അതിന്റെ ഒന്നാം ഭാഗത്തിന്റെ ഹെഡിങ് എഴുതിയിരിക്കുന്നത് എന്നാണ്. അതിന്റെ 65-ാം വചനം ഞാൻ വായിക്കുന്നു. യഹോവേ, തിരുവചന പ്രകാരം നീ അടിയന് നന്മ ചെയ്തിരിക്കുന്നു. നിന്റെ കൽപ്പനകളെ ഞാൻ വിശ്വസിച്ചിരിക്കുകയാൽ എനിക്ക് നല്ല ബുദ്ധിയും പരിജ്ഞാനവും ഉപദേശിച്ചു തരണമേ. കഷ്ടതയിലാവുന്നതിന് മുമ്പേ ഞാൻ തെറ്റിപ്പോയി. ഇപ്പോൾ ഞാൻ നിന്റെ വചനത്തെ പ്രമാണിക്കുന്നു. നീ നല്ലവനും നന്മ ചെയ്യുന്നവനും ആകുന്നു. നിന്റെ ചട്ടങ്ങളെ എനിക്ക് ഉപദേശിച്ചു തരണമേ. അഹങ്കാരികൾ എന്നെ കൊണ്ട് നുണ പറഞ്ഞുണ്ടാക്കി. ഞാനോ പൂർണ്ണ ഹൃദയത്തോടെ നിന്റെ പ്രമാണങ്ങളെ അനുസരിക്കും. അവരുടെ ഹൃദയം കൊഴുപ്പ് പോലെ തടിച്ചിരിക്കുന്നു. ഞാനോ നിന്റെ ന്യായ പ്രമാണത്തിൽ രസിക്കുന്നു. നിന്റെ ചട്ടങ്ങൾ പഠിപ്പാൻ തക്കവണ്ണം ഞാൻ കഷ്ടതയിൽ ആയിരുന്നത് എനിക്ക് ഗുണമായി. 1000 പൊൻവെള്ളി നാണ്യത്തെക്കാൾ നിന്റെ വായിൽ നിന്നുള്ള ന്യായ പ്രമാണം എനിക്ക് ഉത്തമം. തൃക്കൈകൾ എന്നെ സൃഷ്ടിച്ചുണ്ടാക്കിയിരിക്കുന്നു. നിന്റെ കൽപ്പനകളെ പഠിപ്പാൻ എനിക്ക് ബുദ്ധി നൽകണമേ. തിരുവചനത്തിൽ ഞാൻ പ്രത്യാശ വെച്ചിരിക്കുകയാൽ നിന്റെ ഭക്തന്മാർ എന്നെ കണ്ട് സന്തോഷിക്കുന്നു. യഹോവേ, നിന്റെ വിധികൾ നീതിയുള്ളവയെന്നും വിശ്വസ്തയോടെ നീ എന്നെ താഴ്ത്തിയിരിക്കുന്നുവെന്നും ഞാൻ അറിയുന്നു. അടിയനോടുള്ള നിന്റെ വാഗ്ദാന പ്രകാരം നിന്റെ ദയ എന്റെ ആശ്വാസത്തിനായി ഭവിക്കുമാറാകട്ടെ. ഞാൻ ജീവിച്ചിരിക്കേണ്ടതിന് നിന്റെ കരുണ എനിക്ക് വരുമാറാകട്ടെ. നിന്റെ ന്യായ പ്രമാണത്തിൽ ഞാൻ രസിക്കുന്നു. അഹങ്കാരികൾ എന്നെ വെറുതെ മറച്ചിട്ടിരിക്കാൻ ലജ്ജിച്ചു പോകട്ടെ. ഞാനോ നിന്റെ കൽപ്പനകളെ ധ്യാനിക്കുന്നു. നിന്റെ ഭക്തന്മാരും നിന്റെ സാക്ഷ്യങ്ങളെ അറിയുന്നവരും എന്റെ അടുക്കൽ വരട്ടെ. ഞാൻ ലജ്ജിച്ചു പോകാതിരിക്കേണ്ടതിന് എന്റെ ഹൃദയം നിന്റെ ചട്ടങ്ങളിൽ നിഷ്കളങ്കമായിരിക്കട്ടെ. ആമേൻ. എല്ലാവർക്കും നിങ്ങളുടെ ബൈബിളുകൾ നിങ്ങളുടെ കസേരകളിൽ വെക്കാം. ഒരിക്കൽ കൂടെ വീണ്ടും വരുന്ന യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങൾ എല്ലാവർക്കും ഞങ്ങളുടെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഞാൻ ദൈവത്തിന് നന്ദി കരയിടുന്നു. നല്ലൊരു അവസരം കൂടെ ദൈവം എന്റെ ജീവിതത്തിൽ നൽകി തന്നു. ജീവനുള്ള ദൈവത്തിന്റെ വചനവുമായി നിൽപ്പാനായിട്ട് ഈ ഒരു നല്ല സമയത്ത് നല്ല സായം സന്ധ്യയിൽ നമുക്ക് എല്ലാവരും ചേർന്ന് 119 സങ്കീർത്തനം അതിന്റെ രണ്ട് ഭാഗങ്ങൾ തേത്ത് യോദ് എന്ന രണ്ട് ഭാഗങ്ങൾ വായിക്കുവാനായിട്ട് ദൈവം ഇടയാക്കി. അതിന്റെ ആദ്യത്തെ എഴുതിയിരിക്കുന്നത് തേത്ത് എന്ന വാക്കിന്റെ ആ ഹീബ്രു വാക്കിന്റെ അർത്ഥം, ആ ഒരു ആൽഫബറ്റിന്റെ അർത്ഥം ഇതാണ്, പ്യൂരിറ്റി അല്ലെങ്കിൽ വിശുദ്ധി എന്നാണ് അതിന്റെ അർത്ഥം വരുന്നത്. അതിന്റെ രണ്ടാമത്തെ ഭാഗത്തെ യോദ് എന്ന് എഴുതിയിരിക്കുന്നു. അത് ഒരു ഹീബ്രു വാക്കാണ്, എബ്രായ ഭാഷയാണ്. ആ ഭാഷയിലുള്ള അതിന്റെ അർത്ഥം കരങ്ങൾ എന്നാണ്. അപ്പോൾ ആദ്യത്തത് പ്യൂരിറ്റി, വിശുദ്ധി. രണ്ടാമത്തെ ഹാൻഡ്, കരങ്ങൾ. അതിന്റെ 71, 72 വചനങ്ങൾ ഒന്നുകൂടി ഞാൻ വായിക്കട്ടെ. നിന്റെ ചട്ടങ്ങൾ പഠിപ്പാൻ തക്കവണ്ണം ഞാൻ കഷ്ടതയിൽ ആയിരുന്നത് എനിക്ക് ഗുണമായി. 1000 പൊൻവെള്ളി നാണ്യത്തെക്കാൾ നിന്റെ വായിൽ നിന്നുള്ള വചനം, നിന്റെ വായിൽ നിന്നുള്ള ന്യായ പ്രമാണം എനിക്ക് ഉത്തമം. അതിന്റെ 75, 76 കൂടെ വായിക്കുന്നു. യഹോവേ, നിന്റെ വിധികൾ നീതിയുള്ളവയെന്നും വിശ്വസ്തയോടെ നീ എന്നെ താഴ്ത്തിയിരിക്കുന്നു എന്നും ഞാൻ അറിയുന്നു. അടിയനോടുള്ള നിന്റെ വാഗ്ദാന പ്രകാരം നിന്റെ ദയ എന്റെ ആശ്വാസത്തിനായി ഭവിക്കുമാറാകട്ടെ. 119 സങ്കീർത്തനം വായിക്കുമ്പോൾ ഞാൻ പലപ്പോഴും 119 സങ്കീർത്തനത്തിൽ ഇവിടെ ദൈവത്തിന്റെ വചനത്തിൽ സംസാരിച്ചിട്ടുള്ളതാണ്. ഞാൻ അന്നും പറഞ്ഞിട്ടുണ്ട്, ഇതൊരു സങ്കീർത്തനം വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് എഴുതിയിരിക്കുന്ന വ്യക്തി ദാവീദാകാം, അല്ലെങ്കിൽ എസ്രയാകാം, ഡാനിയേലാകാം, ആരായാലും ആ എഴുതിയിരിക്കുന്ന വ്യക്തി ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ചില കാര്യങ്ങളാണ് ആ വചനത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. പ്രാർത്ഥന എന്ന് വെച്ചാൽ താൻ മനസ്സിൽ എന്തൊക്കെയോ സ്വരുക്കൂട്ടിക്കൊണ്ട് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം നൽകിയ ഉത്തരം അത് ഗ്രഹിച്ചുകൊണ്ട്, ഇതെന്റെ ജീവിതത്തിൽ എനിക്ക് വേണ്ടിയുള്ള വചനമാണ് എന്ന് ഗ്രഹിച്ചുകൊണ്ട്, എന്നാൽ യഹോവേ, നിന്റെ ന്യായപ്രമാണങ്ങളെ അനുസരിച്ച് നടക്കുവാനുള്ള ഒരു ഹൃദയം, ആ വിശാല ഹൃദയം കൂടെ എനിക്ക് നൽകി തരണമേ എന്ന് പ്രാർത്ഥിച്ച ഒരു സങ്കീർത്തനമാണ് 119. അതിന്റെ രണ്ട് ഭാഗങ്ങൾ നമ്മൾ ഇന്ന് വായിച്ചു. ആദ്യത്തെ ഭാഗത്ത് താൻ എഴുതിയിരിക്കുന്നത്, എന്റെ ജീവിതത്തിൽ ഒരു വിശുദ്ധി ആവശ്യമാണ് എങ്കിൽ എപ്പോൾ സന്തോഷം മാത്രം നൽകി തന്നാൽ പോരാ, അത് താൻ വളരെ രുചിച്ചറിഞ്ഞുകൊണ്ടാണ് താൻ 71, 72 പറഞ്ഞിരിക്കുന്നത്. ഞാൻ കഷ്ടതയിലായിരുന്നത് എനിക്ക് ഗുണമായി. എന്നാൽ താൻ ഇങ്ങനെയും പ്രാർത്ഥിക്കുന്നു, ദൈവമേ, എന്റെ ശത്രുക്കൾ ഒരു കാരണവുമില്ലാതെ എന്നെ ഉപദ്രവിക്കുന്നു. അവർ എന്റെ പേർ ചൊല്ലി പല കാര്യങ്ങൾ പറഞ്ഞു കൂട്ടുന്നു. അഹങ്കാരികൾ എന്നെ കൊണ്ട് നുണ പറഞ്ഞുണ്ടാക്കി.
ഇതെല്ലാം പറഞ്ഞതിന് ശേഷം താൻ പറയുന്നത്, എന്റെ ജീവിതത്തിൽ ഈ താഴ്ച വന്നത് എനിക്ക് ഗുണമായി തീർന്നു എന്നാണ്. അതിന്റെ ബാക്കി ഭാഗം 73 മുതൽ വായിക്കുമ്പോൾ 75 എഴുതിയിരിക്കുന്നത്, യഹോവേ നിന്റെ വിധികൾ നീതിയുള്ളവയെന്നും വിശ്വസ്തയോടെ നീ എന്നെ താഴ്ത്തിയിരിക്കുന്നു എന്നും. അപ്പോൾ ആ സങ്കീർത്തനക്കാരൻ തന്റെ താഴ്മയിൽ വളരെ ദുഃഖിച്ചുകൊണ്ട് യഹോവയോട് പ്രാർത്ഥിച്ചപ്പോൾ തന്നോട് ദൈവം ഇടപെട്ട കാര്യമാണ് 75-ാം വചനത്തിൽ എഴുതിയിരിക്കുന്നത്. ദൈവമേ, നീ വിശ്വസ്തയോടെ എന്നെ താഴ്ത്തിയിരുന്നുകൊണ്ട് ഞാൻ അത് എനിക്ക് ഗുണമായി കണക്കാക്കിയിരിക്കുന്നു. അപ്പോൾ സങ്കീർത്തനക്കാരൻ നമ്മൾ പറയുന്നത്, നമ്മുടെ പലരുടെയും ജീവിതത്തിൽ ചില താഴ്ചയുടെ അവസ്ഥകൾ, ചില മങ്ങിപ്പോകുന്ന അവസ്ഥകൾ വരുമ്പോൾ ഒരിക്കലും ആ മങ്ങലേറ്റുകൊണ്ട് നമ്മൾ ചില കാര്യങ്ങൾ നിർത്തിവെക്കുവാനോ ഇല്ലെങ്കിൽ ആ മങ്ങലേറ്റുകൊണ്ട് നമ്മൾ തളർന്നു പോകുവാനായിട്ടല്ല, ഒന്നും കൂടെ നമ്മൾ ശക്തിയായിട്ട് മുന്നോട്ട് വരുവാനായിട്ട് ദൈവം നമ്മുടെ ജീവിതത്തിൽ ആ ചില തടസ്സങ്ങൾ, ചില താഴ്ചകൾ നൽകി തരുമെന്നാണ്. അതാണ് 76-ൽ താൻ പറയുന്നത്, എന്നോടൊരു വാഗ്ദത്തം ഉണ്ട് എന്ന് ഞാൻ വളരെ വ്യക്തമായിട്ട് വിശ്വസിക്കുന്നു. അടിയനോടുള്ള നിന്റെ വാഗ്ദാന പ്രകാരം നിന്റെ ദയ എന്റെ ജീവിതത്തിൽ വരുമ്പോൾ അത് എനിക്കും എന്റെ കൂട്ടത്തിലുള്ളവർക്കും അതൊരു ആശ്വാസമായി തീരട്ടെ എന്ന് താൻ പറയുന്നു. അതോടുകൂടെ താൻ വീണ്ടും തന്റെ ദുഃഖത്തെ താൻ പറയുകയാണ് 78, അഹങ്കാരികൾ എന്നെ വെറുതെ മറച്ചിട്ടിരിക്കുകയാൽ ലജ്ജിച്ചു പോകട്ടെ. അപ്പൊ താൻ തന്റെ അവസ്ഥയെ കുറിച്ച് പറയുകയാണ്, ചില ആൾക്കാർ തന്നെ മറച്ചിട്ടിരിക്കുന്നു, എന്നാൽ തന്നെ നശിപ്പിച്ചു കളയാനായിട്ട് അവർ ചില പദ്ധതികൾ മെനഞ്ഞു വെച്ചിരിക്കുന്നു. പക്ഷെ ഇതെല്ലാം മനസ്സിലാക്കിയ ശേഷം സങ്കീർത്തനക്കാരൻ പറയുന്നത്, ഞാനോ നിന്റെ കൽപ്പനകളെ ധ്യാനിക്കും. അവരെന്നെ എന്ത് ചെയ്യുന്നു, അതോ മറ്റുള്ളവർ എന്നെ കുറിച്ച് എന്ത് വിചാരിക്കുന്നു, അവർ എന്റെ നന്മയെ മുടക്കുമോ, ഇങ്ങനെയുള്ള കാലത്ത് ധ്യാനിക്കുവാൻ എനിക്ക് സമയമില്ല. സങ്കീർത്തനക്കാരൻ പറയുന്നത്, ഞാൻ ധ്യാനിക്കുന്നത് നിന്റെ വാഗ്ദാന പ്രകാരം എനിക്ക് തുടക്കത്തിലേ നൽകി തന്നിട്ടുണ്ടെങ്കിൽ ആ വാഗ്ദാനം എന്നിലൂടെ നിറവേറും. അതിനുവേണ്ടിയാണ് ഈ താഴ്ച എന്റെ ജീവിതത്തിൽ കടന്നു വന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, വിശ്വസ്തയോടെയാണ് ദൈവമേ നീ എന്നെ താഴ്ത്തിയിരിക്കുന്നത്. ആ വിശ്വസ്തത അങ്ങനെ തന്നെ ഉള്ള കാലത്തോളം എന്റെ ഈ താഴ്ചയും എനിക്കൊരു നന്മയ്ക്കായിട്ട് ഭവിക്കുമെന്ന് താൻ പറയുന്നു. അപ്പോൾ സങ്കീർത്തനക്കാരത്തിന്റെ അവസ്ഥ, സങ്കീർത്തനം എഴുതിയ ആളുടെ അവസ്ഥ എന്താണെന്ന് ഞാൻ പറഞ്ഞു. താൻ ഒരു താഴ്ചയുടെ അവസ്ഥയിൽ നിന്നുകൊണ്ടാണ് ഇത് പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ അതിന്റെ 1-ാമത്തെ വാക്കിന്റെ അർത്ഥം വിശുദ്ധി. അപ്പോൾ താൻ തന്റെ ജീവിതത്തിൽ ഒന്നും കൂടെ വിശുദ്ധിയെ പുതുക്കുവാനായിട്ടുള്ള താഴ്ചയായിട്ട് അതിനെ കണക്കാക്കുന്നു. 2-ാമത്തെ കാര്യം ഹാൻഡ്, കരങ്ങൾ. അപ്പോൾ താൻ വീണ്ടും പറയുന്നത്, ദൈവമേ എന്റെ ഈ താഴ്ച ഭവിച്ചിരിക്കുന്നത് ഒരിക്കലും ശത്രുക്കളുടെ ചിന്ത കൊണ്ടല്ല, നീ എന്നെ വിശ്വസ്തയോടെ താഴ്ത്തിയിരിക്കുന്നു. എന്നാൽ ആ വാഗ്ദാനം വിശ്വസ്തയോടുകൂടെ തന്നെ എന്റെ ജീവിതത്തിൽ ഉണ്ട് എന്ന് ഞാൻ തിരിച്ചറിഞ്ഞുകൊണ്ട് എന്റെ ഈ താഴ്ചയിൽ നിന്ന് എനിക്കൊരു ഉയർച്ച വരുത്തുവാനും ആ വിശ്വസ്തത എന്നെ പരിപാലിക്കുന്നു എന്ന് സങ്കീർത്തനക്കാരൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നു. അതിന്റെ 81-ാം വചനം കൂടെ വായിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിച്ച് നമുക്ക് ഒരു പാട്ട് പാടി നമുക്ക് ദൈവത്തെ ആരാധിക്കാം. ഞാൻ നിന്റെ രക്ഷയെ കാത്ത് മൂർച്ഛിക്കുന്നു, നിന്റെ വാഗ്ദാനം ഞാൻ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു. ദൈവമേ, എന്റെ താഴ്ചയുടെ അവസ്ഥയിലും ഞാൻ എന്റെ പഴയ വാഗ്ദാനത്തെ വളരെ വ്യക്തമായിട്ട് കണ്ടുകൊണ്ടാണ് ഞാൻ ഈ താഴ്ചയുടെ അവസ്ഥയിലൂടെ കടന്നു പോകുന്നത്, ഇല്ലെങ്കിൽ ഈ നുറുങ്ങിയ അവസ്ഥയിലൂടെ കടന്നു പോകുന്നത്. നിന്റെ വിശ്വസ്തതയെ ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ ഏറ്റെടുത്തുകൊണ്ടാണ് ഈ താഴ്ചയുടെ അവസ്ഥയിലൂടെ കടന്നു പോകുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ആ രക്ഷയ്ക്ക് വേണ്ടി ഞാൻ മൂർച്ഛിക്കുന്നു. ആ മൂർച്ഛിക്കുന്നു എന്ന വാക്കിന്റെ അർത്ഥം നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും, ഈ വേഴാമ്പല് വെള്ളത്തിന് വേണ്ടി എങ്ങനെയാണോ ആ കൂടിന്റെ അകത്ത് നിന്ന് ആ തന്റെ വേഴാമ്പലിനെ കുറിച്ച് പഠിക്കുമ്പോൾ കാണുവാൻ സാധിക്കുന്നത്, ആ ആൺപക്ഷി ആ പെൺപക്ഷിക്ക് വേണ്ടതെല്ലാം തക്ക സമയത്ത് കൊണ്ടേ തരും. ആ ഒരു വാച്ചയോടെ, ആ ഒരു മൂർച്ഛിക്കുന്ന അവസ്ഥയിലൂടെയാണ് താൻ ഇരിക്കുന്നത്. അപ്പൊ സങ്കീർത്തനക്കാരൻ പറയുന്നത്, എന്റെ താഴ്ചയുടെ അവസ്ഥയിലും ഞാൻ ധ്യാനിക്കുന്നത് ആ വാഗ്ദാനത്തെയും ആ വാഗ്ദാനത്തിൽ നൽകി തന്ന ദൈവത്തിന്റെ വചനത്തെയുമാണ്. അതുകൊണ്ട് ഞാൻ ആ വാഗ്ദാനം വീണ്ടും പുതുക്കിയെടുക്കുവാനായിട്ട് പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു. നമുക്ക് കണ്ണുകൾ അടക്കി നമുക്ക് പ്രാർത്ഥിക്കാം. അതിനുശേഷം നമുക്ക് ഒരു പാട്ട് പാടി നമുക്ക് പൂർണ്ണ ഹൃദയത്തോടെ ഈ കേട്ട വചനപ്രകാരം, ദൈവമേ അങ്ങ് എനിക്ക് വേണ്ടി നൽകി തന്ന ഈ വചനത്തെ അങ്ങ് സ്തുതിക്കുന്നു. എന്നെ തളർത്തി കളയുവാൻ എന്നെ കളിയാക്കുന്നവർ പലരും എന്റെ ജീവിതത്തിലുണ്ട്, പക്ഷേ നീ എന്നെ താഴ്ത്തിയിരിക്കുന്നു എന്ന് ഞാൻ വളരെ വ്യക്തമായിട്ട് തിരിച്ചറിയുന്നു. നിന്റെ വിശ്വസ്തതയാണ് എന്റെ ഈ താഴ്ചയുടെ അവസ്ഥയ്ക്ക് കാരണമെങ്കിൽ ഞാൻ അതിനുപരിയായി വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്. ദൈവമേ, പുതുശക്തിയോടെ പുതുവാഗ്ദാനങ്ങളോടെ ആ രക്ഷയുടെ അനുഭവം എന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുമെന്നുള്ള കാര്യം കൂടെ ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ ഏറ്റെടുക്കുന്നു. ഈ സങ്കീർത്തനത്തിലൂടെ ഞങ്ങളെ സംസാരിച്ചതിനെ സ്തുതിക്കുന്നു. ഞങ്ങൾ കേട്ട ഹൃദയങ്ങളെയും കുഞ്ഞുകുട്ടികളെയും മാതാപിതാക്കളെയും എല്ലാവരെയും അടിയങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ഒരിക്കലും താഴ്ചയിൽ ഞങ്ങൾ വേറെ പലതിലും ധ്യാനിച്ചിരിക്കുന്നവരായിട്ടല്ല, അങ്ങയുടെ ന്യായ പ്രമാണത്തെയും വാഗ്ദാനത്തെയും ധ്യാനിച്ചു
ധ്യാനിച്ചുകൊണ്ട് പുതുരക്ഷയുടെ അവസ്ഥയിലേക്ക് കടന്നു വരുന്നവരായി ഞങ്ങളെ വരും ദിനങ്ങളിൽ മാറ്റിയെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടെ പ്രത്യാശ ദീപം ഭവനത്തെയും എല്ലാ കാര്യങ്ങളും ഞങ്ങളുടെ കരങ്ങളിൽ കേൾപ്പിച്ചുകൊണ്ട് വീണ്ടും വരുന്ന യേശു ക്രിസ്തു നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ പിതാവേ.